ഹലോ ഗായ്സ്, ന്യൂ ഇയർ ആകുമ്പോൾ മിക്ക ആൾക്കാരും ലൈഫിൽ പല പല മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കും. വേറെ കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടില്ലെങ്കിലും പ്ലാനിങ്ങിൽ ഒരു കുറവുണ്ടാവില്ല. എന്നാൽ അതിൽപ്പെട്ട ആളാണ് ഞാൻ. ഇപ്രാവശ്യത്തെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ പോലെ ഷുഗർ കട്ട് ചെയ്യാന്നുള്ളത് തന്നെ. അത് കേട്ടത് ഇഷ്കം മോളെ, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയാണ്. അതൊരു സത്യമാണ്. ഷുഗർ കട്ട് ചെയ്യാണ് ഇനി മുതൽ ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്നത് അവസാനം ചോക്ലേറ്റിന് മുന്നിൽ തന്നെ. ഇഷ്കനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ എത്രയൊക്കെ പാനിട്ടാലും എന്തൊക്കെ പറഞ്ഞാലും കണ്ണ അവസാനത്തെ ചോക്ലേറ്റില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട എന്നോടുള്ള സ്നേഹം കൊണ്ടും ഇത് പ്ലാനിങ് നടക്കാൻ വേണ്ടിയിട്ടുമാണ് ഇഷ്കൈ ചെയ്യുന്നത്. ഡയറ്റ് ഷുഗർ കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ വാരിക്കൂട്ടി എൻ്റെ തലച്ചൊറിച്ചിലങ്ങളാണ് കണ്ടത്. പ്ലാനിങ്ങിന്റെ പേരും പറഞ്ഞ് ആവശ്യത്തിലേറെ സാധനങ്ങൾ വാങ്ങിയതിന്റെ സന്തോഷ സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്ലാനിങ് എല്ലാം വർക്കൗട്ട് ആവോ അതോ പാളി പോകുന്നതിൽ ഒരു ഉറപ്പുമില്ല. ഞാൻ പറയാമെന്ന് അതല്ല, ന്യൂ ഇയർ ആകുമ്പോൾ ഇന്നെ പോലെ പ്ലാനിങ്ങിൽ ഒട്ടും കുറവില്ലാത്ത നിങ്ങളുടെ ഫ്രണ്ടിനെ മെൻഷൻ ചെയ്യാൻ മറക്കില്ല. 2024 അവസാനത്തിൽ ഞാൻ ഉറപ്പിച്ചതാണ് ശരീരത്തെയും മനസ്സിനെയും കേടാക്കുന്ന ഒന്നും തന്നെ കൂടെ കൂട്ടുണ്ടാകും. ഷുഗറിനെ പോലെ ചില മനുഷ്യർ കാണും നമ്മളൊക്കെ ലൈഫിൽ. നല്ല മധുരമായിരിക്കും, പക്ഷെ അതിന് ഭവിഷ്യത്ത് അറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കേണ്ടത് നമ്മളെ ആരോഗ്യത്തിന് നല്ലത്. ഷുഗറിനെ പറ്റി പറഞ്ഞതാണ്. ഓവർ പ്രസംഗിക്കാണ്ട് ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് കിടക്കും. ആരോ പറഞ്ഞതുപോലെ ചത്ത് കിടക്കുമ്പോഴും ചമഞ്ഞു കിടക്കണം എന്നാണ്. അത് ഞാൻ മാനിക്കുന്നുണ്ട്. ഏത് പ്രതിസന്ധിയിലും ലിപ്സ്റ്റിക് ഇടാൻ മറക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ ഓവർ പറഞ്ഞ് ഞാൻ വലിച്ചു നീട്ടണില്ല. ഇന്നെപ്പോലെ ഇതേപോലെ പ്ലാനിങ് ഇട്ട എല്ലാവരുടെ പ്ലാനിങ്ങും സക്സസ് ആവട്ടെ. അപ്പോൾ ഇന്നത്തെ കഥാപ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ.